ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനാണ്. ഈ പള്ളി ലൈറ്റ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലേ, പെരുന്നാൾ വൈബാണ്. കൊച്ചി കലൂരുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാനാണ് ഞാനും ഇന്ന് വന്നത്. കൊച്ചിയിലെ തിരക്കുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിക്ക് ഏകദേശം 120 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രം പറയാനുണ്ട് കേട്ടോ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയേഴ്സിൻ്റെ നാമധേയത്തിൽ വർഷങ്ങളായി വിശ്വാസികൾക്ക് ആശ്വാസമേകുന്ന ഇടമാണ് കേട്ടോ. വെറും ഒരു പള്ളി മാത്രമല്ല, ഒരുപാട് തലമുറകളുടെ പ്രാർത്ഥനകൾ നിറഞ്ഞൊരിടമാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. അതൊക്കെ പോട്ടെ, പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിട്ട് പള്ളിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയല്ലേ. പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ പഴയ രീതിയിലുള്ള പെരുന്നാളൊന്നുമല്ല കേട്ടോ, ഇത് ശരിക്കും ന്യൂജൻ പെരുന്നാളാണ്. അതിൻ്റെ ഒരു വൈബ് പള്ളിയിൽ തന്നെ കാണാനുണ്ട്. രാത്രി ആയപ്പോഴേക്കും പള്ളിയും പരിസരവും ആകെ വേറൊരു ലോകമായി മാറിയിരിക്കുക. ലൈറ്റ്സൊക്കെ ഇട്ട് ഫുൾ കളർഫുൾ LED വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ പള്ളി. സത്യം പറഞ്ഞാൽ ഫുൾ വൈബ് ഫെസ്റ്റിവൽ മൂഡെന്ന് തന്നെ പറയാമേ. പിന്നെ പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ വഴിയോരങ്ങൾ നിറയെ കടകളാണ്. അതിപ്പോൾ പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ വഴിയോരം നിറയെ കടകളുണ്ടാവും അല്ലേ. വളയും മാലയും മിഠായിയും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കടകൾ കാണും. നമുക്ക് അതിനകത്ത് തിരഞ്ഞെടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങാൻ തന്നെ കുറേ ടൈം വേണ്ടി വരും അല്ലേ. നമ്മുടെ ആ പഴയ പെരുന്നാൾ മിഠായികളും പോപ്കോണും ഉപ്പിലിട്ടതും ഒന്നും മിസ്സാകാതെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തെ ഈ ആഘോഷങ്ങൾക്കിടയിലും പള്ളിക്കുള്ളിൽ വല്ലാത്തൊരു ശാന്തത തന്നെയാണ് കേട്ടോ. വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും ഒക്കെ പള്ളിക്കുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേക സമാധാനവും ചൈതന്യവും എല്ലാം ഈ പെരുന്നാളിൻ്റേത് പള്ളിക്കുള്ളിൽ തന്നെയാണ്. പള്ളിയുടെ ഇരുവശങ്ങളിലും തോരണങ്ങൾ വഴി നീളെ തോരണങ്ങളും ലൈറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കലൂർ കത്രിക്കടവ് പെരുന്നാൾ വൈബ്. അപ്പോൾ അടുത്ത തവണ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് നിങ്ങളും വരാൻ മറക്കരുത്. ഒരു ഫുൾ കംപ്ലീറ്റ് ആഘോഷത്തിൻ്റെ പാക്കേജാണ് കേട്ടോ.